ഏത് രീതിയിലായിരിക്കും വീഡിയോസ് വന്നിട്ടുണ്ടായിരിക്കുക എന്നറിയാം. ഇൻ കേസ് പറയേണ്ടി വന്നാൽ ഇപ്പൊ കഞ്ചാവാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബോധമില്ലാതെ ചെയ്ത കാര്യങ്ങളാണ് എന്നൊക്കെ. അപ്പൊ അതൊക്കെ കണ്ടിരുന്നോ? കണ്ടു. നല്ലതല്ലേ? നല്ലതാണ്. നമ്മൾ പിന്നെ ആ മൂഡിൽ ഇരുന്ന് കേൾക്കുമ്പോൾ അത് രസമാണ്, എന്തും കേൾക്കാൻ റെഡി ആയിട്ട്. നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഇവരുടെ സെറ്റിൽ എന്ന് പറഞ്ഞാൽ കുട്ടികളും കുട്ടികളുടെ പാരന്റ്സും സെറ്റാണ്. അതെ. അപ്പൊ അവരിൽ ആരെങ്കിലും, കുട്ടികളുടെ കാര്യം കൂടെ പറയാം, അവര് അവിടെ ഇരുന്ന് പഠിച്ചിട്ടാണ് കേട്ടോ എക്സാം ഒക്കെ എഴുതുന്നത്. അപ്പോ അതിനുള്ള സമയം കൂടെ ഒക്കെ അവർ കണ്ടെത്തിയിട്ടാണ് അവര് ചെയ്യണൊക്കെ. അപ്പോൾ ആ കുട്ടികളും പാരന്റ്സും അടങ്ങുന്ന ഒരു സെറ്റാണ്. ആ കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ പാരൻസിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനൊരു നെഗറ്റീവ് സംഗതി പറയുവാണെങ്കിൽ ഞാനത് അവിടെ പോയി അന്വേഷിച്ചിട്ടേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇറങ്ങുമായിരുന്നുള്ളൂ. മനസ്സിലായി. പക്ഷെ ഇങ്ങനെ ഒരു സംഗതി വന്നപ്പോൾ എനിക്കതിൽ 100% ഉറപ്പുണ്ട്, അത് കല്ല് വെച്ച നുണയാണെന്നുള്ളത്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം. പിന്നെ അപ്പം ശ്രീയുടെ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് ഇപ്പോഴും ആ പിള്ളേര് മാമാ മാമാന്ന് വിളിച്ച് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. ഇപ്പം എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, 2ാമത്തെ വീഡിയോ, അവരൊക്കെ വന്നിരുന്നു.